മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തു വരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൽ. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൽ ഇപ്പോൾ ക്ലൈമാക്സിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ക്ലൈമാക്സ് എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക, കഴിഞ്ഞ എപ്പിസോഡ് അവസാനത്തെ ഭാഗത്ത് ബാലേട്ടനും ദേവിയേടത്തെയും സ്വാതന്ത്ര്യം വിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അതായത് ആ ഒരു കത്ത് ശിവന്റെ കൈ കിട്ടി. ശിവൻ അതിന് ശേഷം ബാലേട്ടനെ വിളിക്കാൻ വേണ്ടി അഞ്ജുവിനോട് ഫോൺ എടുത്തുകൊണ്ട് വരികയും പറയായിരുന്നു. അങ്ങനെ അഞ്ജു ഫോൺ എടുത്തുകൊണ്ട് ശിവന്റെ കൊടുക്കുന്നത്. ശിവനാണെങ്കിൽ ബാലേട്ടൻ്റെ നമ്പറിലോട്ട് വിളിക്കുമ്പോൾ പൂജാമുറിയിൽ നിന്ന് ബെല്ലടിക്കുന്നതായിട്ട് അഞ്ജുവിനോട് പറയുന്നു. അഞ്ജു നീ പോയി നോക്കാൻ പറയുന്നു. അപ്പോൾ അഞ്ജു പൂജാമുറിയിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ ദേവിയടത്തിയുടെ ബാലേട്ടൻ്റെ ഫോണ് പൂജാമുറി വെച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് കാണുകയായിരുന്നു. ഇത് കണ്ട് നമ്മുടെ അഞ്ജു ആണെങ്കിൽ കണ്ണനോട് പൊട്ടിക്കരുത്, കൃഷ്ണനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക കേട്ടോ, ഈശ്വര ഞങ്ങളെ അനാഥരാക്കരുതേ, കണ്ണ ഞങ്ങളെ അനാഥരാക്കരുതേ, എൻ്റെ ബാലേട്ടനും ദേവിയടത്തേക്കൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഫോണുമായിട്ട് ശിവൻ്റെ അടുത്തോട്ട് അഞ്ജു വരുമായിരുന്നു. എന്നിട്ട് അഞ്ജു പറയുകയാണ് രണ്ടുപേരും ഫോണ് പൂജാമുറി വെച്ചിട്ടാണ് പോയെന്ന് പറയുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നു, ഓഹോ അപ്പോൾ രണ്ടുപേരും അവരെ ഇനി ആരും കണ്ടെത്തി അല്ലെങ്കിൽ അവരെ ആരും ഇനി വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യരുതെന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട് പൂജാമുറിയിൽ തിരിയൊക്കെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം അവർ തൊഴുതതിന് ശേഷം ഇറങ്ങിയേക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അധികം നേരമൊന്നും ആയിട്ടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് പറയുന്നത്. അപ്പം അഞ്ജു പറയുന്നുണ്ട് ഇത് നമുക്ക് കണ്ണനെയും ഹരിയേട്ടനെയൊക്കെ അറിയിക്കേണ്ടതെന്ന് പറയുമ്പോൾ അറിയിക്കണം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ അപ്പു അവിചാരിതമായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നത്. ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അപ്പു ചോദിക്കും എന്ത് പറ്റി അഞ്ജു, എന്ത് പറ്റി ശിവ, എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ആ ഒരു കത്ത് നമ്മളെ അപ്പുവിനെ ശിവൻ കാണിക്കുന്നത്. ആ കത്ത് വായിച്ച് പൊട്ടിക്കരയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഹരി അങ്ങോട്ട് വരുന്നത്. ഹരി അന്നേരം ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ അപ്പു നീ വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പു ആ കത്ത് നമ്മുടെ ഹരിയുടെ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ. ഹരി അത് വായിച്ചിട്ട് ഹരിക്കും വല്ലാണ്ട് വിഷമാവുകയും ടെൻഷനാവുകയൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ശിവനോട് ചോദിക്കുകയായിരുന്നു, ശിവ നിനക്ക് ഈ കത്ത് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് എനിക്ക് ബാലേട്ടനെ ദേവിയെടുത്തിൻ്റെ മുറിയുടെ ടേബിളിൽ നിന്ന് ഇത് കിട്ടിയെന്ന് പറയുന്നത്. രാവിലെ തന്നെ പത്രം നിലത്ത് കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം ഇതെന്താ ബാലേട്ടൻ ഇതുവരെ എണീറ്റില്ലെന്ന്. അപ്പോഴാണ് അഞ്ചു ചായയായിട്ട് വന്നപ്പോൾ പറഞ്ഞത് ഇന്ന് പാൽക്കാരൻ മണിയുടെ നിന്ന് 5 പാല് വാങ്ങിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ അവരുടെ റൂമിലോട്ട് പോയപ്പോഴാണ് ഹരിയേട്ട ഈ ഒരു കത്ത് കണ്ടതെന്ന് നമ്മുടെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു നമ്മുടെ ശിവൻ. അപ്പം നമ്മുടെ ഹരി ശിവനോട് ചോദിക്കുന്നുണ്ട് ശിവ നിനക്ക് ഏട്ടൻ്റെ നമ്പറിലോട്ടൊന്ന് വിളിക്കത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട് വിളിച്ചായിരുന്നു ഹരിയേട്ടൻ, രണ്ടുപേരുടെ ഫോണിൽ വിളിച്ചായിരുന്നു, രണ്ടുപേരും പൂജാമുറി വെച്ച് ഫോൺ വെച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജു പറയുകയായിരുന്നു. അപ്പം നമ്മുടെ ഹരിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും നമ്മുടെ അപ്പുവിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇതിനെല്ലാത്തിനും കാരണക്കാരി അപ്പു, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞുതരാം, അന്ന് രാത്രിയിൽ ദേവിയടത്തിൻ്റെയും ബാലേട്ടൻ്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോരേണ്ടത് നീ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, രണ്ടുപേരും ഫോൺ പോലും ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ അവരുടെ മനസ്സ് എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഹരി ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പുവിനോട്. അപ്പോൾ അപ്പു പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അപ്പവും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാട്ടോ, ഹരി നീ എന്നെ മാത്രം അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട, നിങ്ങളുടെ ഒരു പുന്നാര അനിയനുണ്ടല്ലോ ഇവിടെ കണ്ണൻ, അവനും കൂടെ കാരണമല്ലേ അവർ പോയത്, അവനുണ്ട് ഇവിടെ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി, അവൻ വന്നതിന് ശേഷമല്ലേ നമ്മുടെ സമാധാനം സ്വസ്ഥതയെല്ലാം പോയത്, അപ്പം നിങ്ങൾക്ക് എന്ത് അവനെ ഒന്നും കുറ്റം പറയണ്ട, നീ എന്തിനാ എപ്പോഴും എന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയും കരയുകയൊക്കെ ചെയ്യുകയായിരുന്നു കേട്ടോ നമ്മുടെ അപ്പു. ആ ഒരു സമയത്തായിട്ടാണ് കണ്ണനും അങ്ങോട്ട് വരുന്നത്. ഇതും കേട്ടോണ്ട് വന്ന കണ്ണൻ ഉടനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ അപ്പുവിനോട് ചോദിക്കേണ്ടത് ഞാനിവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് കൊച്ചേടത്തി ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയായിരുന്നു. അപ്പം അപ്പു പറയുന്നത് നിനക്ക് എന്താണെന്ന് അറിയണമെന്ന് ചോദിച്ച് ആ ഒരു കത്ത് നമ്മുടെ ഹരിയുടെ നിന്ന് വാങ്ങിച്ച് നമ്മുടെ കണ്ണടയിലോട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പു. എന്നിട്ടാണെങ്കിൽ അപ്പു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ വീട് പറയുകയാണ് കേട്ടോ, നീ വന്നതിന് ശേഷമാണ് ഈ വീട് ഇത്രയും പ്രശ്നത്തിലായത്, നീ എന്നാൽ രാത്രി വന്നു കയറിയതിന് ശേഷമാണ് ഞങ്ങളുടെ സ്വസ്ഥതയെല്ലാം കളഞ്ഞത്, നിനക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രം നീ ഈ വീട് വെട്ടിക്കീറി നാലാക്കാൻ നോക്കി, അതുകൊണ്ടല്ലേ ഇപ്പോൾ അവർക്ക് ഈ ഒരു സ്ഥിതി വന്ന്, അതുകൊണ്ടല്ലേ ബാലേട്ടനും ദേവിയെടുത്തും പോലെ ഇപ്പം പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ കാരണക്കാരി ഞാനും കൂടി ആയിരിക്കാം, ഇപ്പോൾ എല്ലാവരും എൻ്റെ ദേഹത്തോട്ട് കുറ്റം മൊത്തം ചവിട്ടിയിരിക്കുന്നത് ഞാനായിരുന്നു ഇപ്പോൾ കാരണക്കാരി, എല്ലാത്തിനും കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞ് അപ്പു ആണെങ്കിൽ നമ്മുടെ കണ്ണനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ശിവനെ അടക്കി കയറിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ട്, നിങ്ങൾ എന്തിനെങ്കിലും പരസ്പരം പഴിചേർന്നുണ്ടെങ്കിൽ കുറ്റം പറയുന്നത്, ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് അതൊന്നും അല്ല, നമ്മുടെ അത്യാവശ്യം എങ്ങനെയെങ്കിലും നമുക്ക് ബാലേട്ടനെയും ദേവിയെടുത്തെയും കണ്ടെത്താം, അതിനുള്ള വഴി അത് നമ്മൾ ആദ്യം നോക്കേണ്ടത്, എന്തൊക്കെയുള്ള അവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് ആദ്യം പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുകയായിരുന്നു നമ്മുടെ ശിവൻ. അപ്പോൾ നമ്മുടെ അഞ്ജു പറയുന്നുണ്ട് എല്ലാവരോടുമായിട്ട് പൂജാമുറിയിലെ വിളക്കിനെ കൊടുത്ത് തൊഴുതിട്ടാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് അധിക നേരമൊന്നും ആയി കാണുകയില്ല അവർ പോയിട്ട്, അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്ന് പറയുകയായിരുന്നു അഞ്ജു. അന്നേരത്തേനും നമ്മുടെ ശിവനാണെങ്കിൽ ഹരിയേട്ടനോട് പറയുകയാണ് ഹരിയേട്ടൻ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഹരിയും ശിവനോടും പുറത്തോട്ട് ഇറങ്ങിയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ ശിവനാണെങ്കിൽ ഹരിയേട്ടനോട് പറയുന്നുണ്ട് ഹരിയേട്ടൻ വണ്ടി എടുക്കുന്നു പറയുമ്പോൾ അപ്പു പറയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു വഴിക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ അതെന്താ അപ്പു നീ അങ്ങനെ ചോദിച്ചെന്ന് ഹരി ചോദിക്കുന്നുണ്ട്. അല്ല നിങ്ങൾ രണ്ടുപേരുടെ ഒരു വഴിക്ക് പോകുന്നതെന്നല്ല, നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് പോകുന്നതല്ലേ, ശിവൻ കാറിലും പോട്ടെ ഹരി നീ ബൈക്കിലും പോകുന്നു പറയണം, അതെന്താന്ന് ചോദിക്കുമ്പോൾ ഇനി എങ്ങാനും ബാലേട്ടനും ദേവിയെടുത്തേയും കണ്ട് ശിവേട്ടൻ കണ്ടു കഴിഞ്ഞാൽ കാറിൽ
കയറ്റിക്കൊണ്ട് വരാമല്ലോ എന്ന് അഞ്ചു പറയുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ഹരിയാണ് കാണുന്നതെങ്കിലും അവരെ അവിടെ പിടിച്ചു നിർത്തി ശിവനെ അങ്ങോട്ട് വിളിച്ചു കയറ്റിയാലോ എന്ന് അപ്പും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഹരിയും ശരി വെച്ച് കൊടുക്കുക കേട്ടോ. അതേ ശിവ അപ്പു അഞ്ചും പറഞ്ഞ കാര്യമുണ്ട്, നീ കാറിൽ പോക്കോ ഞാൻ ബൈക്കിൽ വരാമെന്ന് പറയുകയായിരുന്നു. അങ്ങനെ നമ്മുടെ അഞ്ചു ഓടിപ്പോയി നമ്മുടെ ശിവനാണെങ്കിൽ കാറിൻ്റെ കീയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത്. എന്നിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് അന്വേഷിക്കാൻ പോയിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ കത്ത് വായിച്ച് പൊട്ടിക്കരയായിരുന്നു കേട്ടോ കണ്ണൻ്റെ അടുത്തോട്ട് അഞ്ചു വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമില്ല, നിനക്ക് ക്യാഷ് വേണമെങ്കിൽ നിനക്കത് ചോദിച്ചാൽ പോലെ, നീ എന്തിനാ ഇങ്ങനെ ഈ ഒരു വീട് വെട്ടി കയറി നാലാക്കാൻ നോക്കി, അതുകൊണ്ടല്ലേ ഇപ്പോൾ അവർ ഇറങ്ങിപ്പോയത്. അപ്പും അതുകൊണ്ട് തന്നെ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്, ഇത് ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടി വന്നാലെന്ന് ഓർത്തിട്ട് അപ്പു ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുകയാണ്, അപ്പു എടുത്ത് കുഞ്ഞെടുത്ത് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ചെയ്തത്. എനിക്ക് ബിസിനസ് തുടങ്ങാൻ പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഞാനത് നിങ്ങളുടെ പഴയ കണ്ണനായിട്ട് വന്ന് ആ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്താണ്. അതായത് ബാലേട്ടൻ്റെ എനിക്കറിയാം, ബാലേട്ടൻ്റെ ശിവേട്ടൻ്റെയൊക്കെ സ്വഭാവം അവരുടെ കയ്യിൽ എന്തുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു പരിക്കൻ സ്വഭാവത്തിലിട്ട് ഇറക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതെന്ന് പൊട്ടിക്കരയുകയായിരുന്നു കണ്ണൻ. അന്നേരം നമ്മുടെ അപ്പു കരഞ്ഞോട് കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ കാരണം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെങ്ങനെ കണ്ടിട്ടെങ്കിലും നിനക്ക് സത്യം ഒന്നും തുറന്നു പറയത്തില്ലായിരുന്നോ കണ്ണാന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചേടത്തി, പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നതായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുകയായിരുന്നു. അപ്പം നമ്മുടെ അഞ്ചു ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങളോട് പറയത്തില്ലെങ്കിൽ നിനക്ക് നിൻ്റെ ദേവിയെടുത്തോടെങ്കിലും പറയത്തില്ലായിരുന്നു. നിൻ്റെ ദേവിയെടുത്ത് നിൻ്റെ അമ്മയെപ്പോലെ നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്, എന്തൊക്കെ വാക്കുകളാണ് നീ കുത്തി നോവിപ്പിക്കുന്ന രീതിയിൽ ദേവിയെടുത്തോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഞ്ചു. എന്നിട്ട് അപ്പു പറയുന്നുണ്ട് കരഞ്ഞിട്ട്, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലായിട്ട് കൂടി സ്വന്തം, അതായത് ബാലൻ്റെ സ്വന്തം അനിയന്മാരെ നിങ്ങളെ 3 പേരെ സ്വന്തം മക്കളെ പോലെയല്ലേ ദേവിയെടുത്ത് വളർത്തിയത്. പ്രത്യേകിച്ച് നിന്നെ ഏറ്റവും ഇളയ അനിയനായി നിന്നെ സ്വന്തം മകനെ പോലെ കരുതിയല്ലേ ദേവിയെടുത്ത് വളർത്തി. ആ ദേവിയെടുത്തോട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്യണമായിരുന്നു എന്ന് അപ്പു കണ്ണനോട് ചോദിക്കുമ്പോൾ കണ്ണൻ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. എന്നിട്ട് അപ്പു പറയുന്നുണ്ട്, നീ ദേവിയെടുത്തിയുടെ മനസ്സ് നോവിച്ചതിനുള്ള എന്നിട്ട് അപ്പു നമ്മുടെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ദേവിയെടുത്തിയുടെ മനസ്സ് നോവിച്ചതിലുള്ള ശാപം നീ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് തീർക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് കൊച്ചെടുത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടിക്കരഞ്ഞോട് നമ്മുടെ കണ്ണൻ അവരോടായിട്ട് പറയട്ടെ, എന്നെ ഇനി ഒന്നും ഓർമ്മിപ്പിക്കരുത് ഏട്ടത്തിമാരെ, ഞാനാകെ തളർന്നിരിക്കുക, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചേ, ഒരിക്കലും ഞാൻ ബാലേട്ടനും ദേവിയെടുത്ത് പറഞ്ഞുപോകുന്ന കരുതിയല്ല ഓരോന്നും പറഞ്ഞത്. പക്ഷേ എനിക്കറിയത്തില്ല ഇപ്പോൾ ഇനി നിങ്ങളെന്നെ ഒരുപാട് പറഞ്ഞ് വിഷമിപ്പിച്ച് ഞാനിപ്പോൾ മരിക്കണോ ജീവിക്കണോ എന്ന് പോലും അറിയത്തില്ലായിരിക്കും. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് തന്നെ ഞാൻ ചിന്തിക്കുമോ, ഞാൻ മരിച്ചാലോ എന്ന് പോലും ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയെന്ന് പറഞ്ഞ് നമ്മുടെ വിഷമം കൊണ്ട് കണ്ണൻ ഇങ്ങനെ പൊട്ടിക്കരയ സമയത്താണ് നമ്മുടെ ദേവൂട്ടി അങ്ങോട്ട് കടന്നു വരും. ദേവൂട്ടി വന്നിട്ട് ചോദിക്കാണ്ട് നമ്മുടെ അപ്പൂനോട്, മമ്മി അമ്മേനെ കാണുന്നില്ലല്ലോ, അമ്മ അച്ഛനും എവിടെ പോയത്, അവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കരച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ അപ്പു പറയുന്നുണ്ട്, അത് മോളെ അവർ അമ്പലത്തിൽ പോയതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടി ചോദിക്കുന്നുണ്ട്, എന്നെ കൂട്ടാതെ അവരെങ്ങനെ തന്നെ പോയെന്ന് ദേവൂട്ടി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ദേവൂട്ടി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഞ്ചു പറയുന്നത്, ഒന്നുമില്ല ദേവൂട്ടി, നിന്നെ ഇന്ന് ചെറിയമ്മ കുളിച്ച് പരിതേപ്പിച്ച് ഒരുക്കി ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തുക, അച്ഛനും അമ്മയും കാണുമ്പോൾ വരുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ്. അപ്പോൾ ദേവൂട്ടി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എന്നെ അമ്മ തന്നെ പരിതേപ്പിച്ച് എന്നെ കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഷാട്ടിയും പിടിക്കുന്ന ദേവൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ശിവനെയും ഹരിയും കേട്ടോ. ശിവനും ഹരിയാണെങ്കിൽ നാട്ടിലെല്ലായിടത്തും അന്വേഷിച്ച് നടക്കുകയാണ്, അമ്പലത്തിലും ഹോസ്പിറ്റലുകളിലും അവിടെ തന്നെ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുമ്പോൾ അങ്ങനെ ശിവനോടായിട്ട് നമ്മുടെ അമ്പലത്തിലെ പൂജാരി പറയാം കേട്ടോ, അവരെ ഞാൻ രാവിലെ കണ്ടായിരുന്നു, അവരെ തീർത്ഥയാത്രയ്ക്കാന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാണല്ലോ, അവരെങ്ങോട്ടാണ് ശിവ പോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. നിനക്കറിയാവുന്ന ചോദിക്കുമ്പോൾ ശിവനും ഞാനെന്നാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോവുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് ശിവനാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ഹരിയെ വിളിച്ച് പറയുകയാണ്. എന്നാൽ ഹരി പറയുന്നുണ്ട്, ഇനി നമ്മൾ എങ്ങനെ വീട്ടിലോട്ട് കയറിച്ചിടുക, അവരെവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹരി. അപ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മളിനി നമ്മുടെ ബാലേട്ടനെയും ദേവിയെടുത്തേയും കണ്ടെത്തുമെന്ന് പറയുകയായിരുന്നു. അന്നേരം നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ശങ്കരമ്മയെ വിവരം അറിയിക്കണം എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഹരിയും പറയുന്നുണ്ട്, ശരിയാ, പണ്ടൊരിക്കൽ അപ്പു ഇതുപോലെ തന്നെ വീട് വിട്ട് ഇറങ്ങി പോയപ്പോൾ നമ്മുടെ ചന്ദ്രോത്ത്, അതായത് ശങ്കരമാമയെ താമസിപ്പിച്ചത്, ഇനി അതുപോലെ തന്നെ ശങ്കരമാമയോട് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് പറയുകയാണ്. എന്നിട്ട് ഹരി ശിവനോടായിട്ട് പറയുന്നുണ്ട്, അതുപോലെ നമുക്ക് സേതുവേട്ടനെ വിവരം അറിയിക്കേണ്ടതെന്ന് പറയുമ്പോൾ സേതുവേട്ടനോട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ കാരണം ദേവിയേട്ടനും ബാലേട്ടനും വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് എങ്ങനെ പറയും, എങ്ങനെ ആ മനുഷ്യൻ അത് സഹിക്കുന്നു പറയുകയാണ്. എന്താണ് നമുക്കിപ്പോൾ ശങ്കരമാമയെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ശങ്കരമാമയെ വിളിച്ച് ശിവൻ കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു.
ശങ്കരമാമനെ വിളിച്ചെടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ ശിവനും ഹരിയും കൂടെ പറയുന്നു. അപ്പോൾ ശങ്കരമാമൻ പറയുന്നത്, ഞാൻ എത്രയോ തവണ നിന്നെ അഞ്ജുവിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഊട്ടുപുരയിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാനെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നു, പ്രത്യേകിച്ച് സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം വന്നപ്പോഴെങ്കിലും. അപ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാനും അഞ്ജു പറഞ്ഞ് ശങ്കരമാമ അതിനെപ്പറ്റി സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശങ്കരമാമ സംസാരിച്ചെന്നല്ല എല്ലാവരും കരുതത്തുള്ളെന്ന് കരുതി ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടായിരുന്നെന്ന് പറയുകയാണ്. അപ്പം ഇപ്പോൾ എന്നിട്ട് എന്താണെന്ന് ചോദിക്കണം. എന്തായാലും ബാലനെയും ദേവിയെ എനിക്കറിയാം, അവർ ഉള്ളിൽ എന്തൊക്കെ വിഷമം വെച്ചായിരുന്നു അവരപ്പോൾ ഇത്രയും നാളും നടന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ണനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കണ്ണനിൽ നിന്നും കണ്ണൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ബാലന് വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ബാലനോട് ഒരു ശത്രുവിനെ അല്ലെങ്കിൽ ഒരു അന്യനെ കാണുന്ന രീതിയിലായിരുന്നു കണ്ണൻ്റെ പെരുമാറ്റം സംസാരമൊക്കെ. അത് ബാലനും ദേവിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് അപ്പുവിൽ നിന്നും കൂടെ ഉണ്ടായത്. അതായത് ദേവൂട്ടിയെ നമ്മുടെ ദേവിയിടത്തിൽ നിന്നും മാറ്റിയത്, ദേവിയിൽ നിന്നും അകറ്റിയത് ദേവിക്ക് വല്ലാണ്ട് വിഷമമായി കാണും. അത് സ്വാഭാവികമായിട്ടും ബാലനും ആയി കാണും. അതിലൊക്കെ മനസ്സ് തന്ന് വിഷമിച്ചിട്ടായിരിക്കും രണ്ടുപേരും വീട് വിട്ടിറങ്ങിയത്. അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് നമുക്ക് അവരെ കണ്ടെത്താം, അവർ പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ബാലനെയും ദേവിയെ ഇനി കണ്ടെത്താൻ ശിവനോ ഹരിക്കോ ആകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം അവസാനിക്കുക, ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്തൊക്കെ സംഭവകാശങ്ങൾ ഈ ഒരു സീരീസ് സംഭവിക്കുന്നത് കണ്ടു തന്നെയാണ്. ബാലൻ്റെയും ദേവിയുടെ യാത്ര മരണത്തിൽ അവസാനിക്കുമെന്ന് പ്രേക്ഷകർ ഒരു പേടിയോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ശുഭമായിട്ട് തന്നെ, അതായത് എല്ലാവരും തിരിച്ച് സ്വാതന്ത്ര്യത്തെത്തി സന്തോഷത്തോടെയുള്ള ഒരു ക്ലൈമാക്സ് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ടെസ്റ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിൻ്റെ വരും ദിവസങ്ങളിൽ എല്ലാവരും എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.